കൊറോണയ്ക്ക് ശേഷം നമുക്ക് ഒരു വർഷം കിട്ടിയതാണ് 2023. ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? അതായത് നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായി. കൊറോണയ്ക്ക് ശേഷം ആ ആഘോഷങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ 2023 നിങ്ങൾ ആഘോഷിച്ചോ? അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലി എങ്ങനെ ഉണ്ടായിരുന്നു 2023 വർഷം? അതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം, അവരുടെ ആ വർഷം എന്താണ് അവർ ചെയ്തതെന്ന്, അവർക്ക് മോശം വർഷമാണോ നല്ല വർഷമാണോ എന്നൊക്കെ അവരോട് ചോദിച്ചു നോക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 3 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു ചീത്തയായിരുന്നു? ഇവിടെയോ എന്താ കുഴപ്പമില്ല, നല്ലതുമല്ല ചീത്തയില്ലാത്തൊരു മിഡിൽ റേഞ്ചോ? നല്ല കാര്യം എന്തായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള തോന്നിയിട്ടുള്ള? ഈ കൊറോണയ്ക്ക് ശേഷം വന്നൊരു വർഷമാണല്ലോ, പെട്ടെന്ന് പോയ പോലെ തോന്നിയോ ഡിസംബർ വരെ? എന്താണ് സ്പെഷ്യലായിട്ട് ഉണ്ടായിട്ടുള്ള ഈ വർഷത്തിൽ? അതാണ് ഒരു സ്പെഷ്യലായിട്ടുള്ളത്. ഇവിടെയോ 2023 മോശമായിട്ടുള്ള കാര്യം എന്തായിരുന്നു? മോശമായിട്ടൊന്നുമില്ല. കൊറേ വന്നല്ലോ, കുറച്ച് പോയെങ്കിലും. വരാ പോവാ അതല്ലെങ്കിൽ ലൈഫിലെ ഓരോ കാര്യങ്ങളല്ലേ വരുന്നതും പോണതൊക്കെ. ഓവറോള് നല്ലതായിരുന്നു 2023. 2024 നല്ല എന്താണ് ഒരു റെസൊല്യൂഷൻ പ്ലാൻ വല്ലതും ഉണ്ടോ? ഇവിടെയോ നന്നാവാൻ വല്ല എന്തെങ്കിലും? നേരത്തെ എണീക്കണം. ഇവിടെയോ ആഗ്രഹം? ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. 2023 വർഷം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാണോ ചീത്തയാണോ ഈ വർഷം? ഈ കൊറോണയ്ക്ക് ശേഷം നമുക്കൊരു ഫുൾ വർഷം നല്ല രീതിയിൽ കിട്ടിയതാണല്ലോ 2 വർഷത്തിന് ശേഷം. അപ്പൊ ഈ ഒരു വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഈ പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വർഷമായിരുന്നു ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ബിസിനസ് പരമായിട്ടാണെങ്കിൽ എല്ലാ ആൾക്കാരും റിക്കവർ ചെയ്യുന്ന ഒരു കുറെ സ്ട്രഗിൾ ചെയ്തിരുന്ന സമയമായിരുന്നു എല്ലാവരും ഫിനാൻഷ്യലി റിക്കവർ ചെയ്യുന്നത്. ഇപ്പൊ ഫാമിലി ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ ഈ വർഷമാണത് നേരത്തെ 50 പേരെയുള്ള വിവാഹം ഉണ്ടായിരുന്നുള്ളൂ. അതില് പല വിളിക്കാത്തതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ അതൊക്കെ റിക്കവർ ചെയ്ത് വന്നത് ഈ ഒരു വർഷമാണ്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് സെലിബ്രേഷൻ നമ്മള് ഒബ്വിയസ്ലി മലയാളികൾ സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്തു, ഓണം സെലിബ്രേഷൻ ചെയ്തു, ഓണം അതുപോലെ തന്നെ എല്ലാ സെലിബ്രേഷൻ എല്ലാം മറ്റേ കൊറോണയ്ക്ക് ശേഷം ദീപാവലി പോലും നമ്മള് ഇപ്പൊ ഇവിടെ ഒരുപാട് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ റിക്കവർ ചെയ്ത് വന്ന എല്ലാരും കുറച്ച് ഹാപ്പി ആയിട്ടുള്ള ഒരു. ഈ കൊറോണയ്ക്ക് മുമ്പ് ഉണ്ടായതിനു ശേഷം ഉണ്ടായ ആഘോഷങ്ങളൊക്കെ 2023 നല്ല മാറ്റം വന്നു തോന്നിയിട്ടുണ്ടോ? അത്യാവശ്യം പണ്ടത്തെ ആയിരുന്നു ഇപ്പത്തെയാണോ അടിപൊളി ആഘോഷങ്ങളൊക്കെ? ആഘോഷങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെയാണ് ബെറ്റർ. പക്ഷെ കുറച്ച് ഒരുപാട് ഓവർ ആകുന്നുണ്ട്. എല്ലാരും വീട്ടിൽ പൂക്കളൊക്കെ ഇടാറുണ്ടോ ഓണത്തിന്? ഇപ്പോ അത്യാവശ്യം എല്ലാ വീടുകളിലും ഇടാറുണ്ട്. പിന്നെ ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ ഈ പറയുന്ന പോലെ പൂക്കൾ. പക്ഷെ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഓഫീസ് പരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്ത് പറഞ്ഞാലും അവിടെ എല്ലാ സെലിബ്രേഷൻസും എല്ലാ ടൈപ്പും ഉണ്ടാകും. സദ്യ ഉണ്ടാകും, പൂക്കളും ഉണ്ടാകും, എല്ലാം. മൊത്തത്തിൽ 2023 വർഷം കുഴപ്പമില്ല. മൊത്തത്തിൽ കുഴപ്പമില്ല, നല്ലതെന്നും പറയാൻ പറ്റില്ല. എല്ലാവരും റിക്കവർ ചെയ്ത് വന്നതിൻ്റെ ആ ഒരു ഇതും പിന്നെ അത്യാവശ്യം ഈ പറയുന്ന പോലെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാനും ആഘോഷിക്കാനും എന്താണ് ഫ്രീ ആയിട്ടൊന്ന് ട്രാവൽ ചെയ്യാനും ഒക്കെ പറ്റും. ഒരു ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. ഒരു ജില്ലയിൽ നിന്ന് പോലും അല്ല, ഈവൻ അന്നൊക്കെ പറഞ്ഞാൽ അടുത്ത പഞ്ചായത്തിലോട്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കുറേ ട്രിപ്പ് പോയി, കുറേ ആൾക്കാരെ പുതുതായിട്ട് മീറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട്. 23 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു ചുമ്മാ വെറുതെ ഈ 365 ദിവസം ചുമ്മാ ഇരിക്കായിരുന്നു? പിന്നെ മോശം വർഷമായിരുന്നു അതോ ഒരു നല്ല വർഷം? എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വിലയിരുത്തണത് ആ ഒരു വർഷത്തിന്? പറയാനൊന്നുമില്ല, മോശമല്ല, ഒന്നിലും ടെൻഷനൊന്നും ഇല്ലാതെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ജോലി നിർത്തിയപ്പോ തന്നെ ഹാപ്പിയായി, ആ സ്ട്രെസ്സിൽ നിന്ന് മാറി. 2024 ഇപ്പൊ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണെന്നുള്ള റിസർവേഷൻ വല്ലതും ഉണ്ടോ? പാർട്ട് 2 ആയിട്ട് ചുമ്മാ ഇരിക്കണം, അതാണ് നമ്മുടെ ഒരു എന്റർടൈൻമെന്റ്. 2023 വർഷം എങ്ങനെയുണ്ടായിരുന്നു? കൊറോണയ്ക്ക് ശേഷം ഒരു എല്ലാ സെലിബ്രേഷനൊക്കെ
വന്ന ഒരു വർഷമായിരുന്നു 2023. എല്ലാം സെലിബ്രേഷൻ ആഘോഷിച്ചായിരുന്നു. ഓണവും ക്രിസ്മസും ഹോളിയും റംസാനും എല്ലാം കുറച്ചൊക്കെ ആഘോഷിച്ച് കാര്യമായിട്ട് ആഘോഷം നമുക്കില്ല. അല്ല, കൊറോണയ്ക്ക് ശേഷം ആ പഴയ ആഘോഷങ്ങളൊക്കെ തിരിച്ചു വന്നു. ക്രിസ്മസ് ഒക്കെ തിരിച്ചു വന്നു പോകുന്നുണ്ടോ? ഒരുവിധം എല്ലായിടത്തും ആഘോഷങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. മിക്കവരും പണ്ട് ആഘോഷിക്കുന്നതിൻ്റെ ഒരുവിധം ഇരട്ടിയിലെടുത്ത ഒരു ബ്രേക്ക് വന്നതുകൊണ്ട് ബ്രേക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി നല്ല രീതിക്ക് ആഘോഷിക്കുന്നുണ്ട്. മൊത്തത്തിൽ കുഴപ്പമില്ല. മൊത്തത്തിൽ താങ്കളുടെ ഒരു വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നോ മോശമായിരുന്നോ? ഓവറോള് കുഴപ്പമുണ്ടായിരുന്നു പറയാൻ. കാരണം നമ്മുടെ സ്കെച്ച് കയറി ഇറങ്ങിയൊക്കെയാണ്. മൊത്തത്തിൽ ഇടയ്ക്ക് ശോകം, ഇടയ്ക്ക് കുഴപ്പമില്ല. മൊത്തത്തിൽ ഓവറോൾ കുഴപ്പമില്ലാന്ന് പറയാം. പെട്ടെന്ന് പോയ പോലെ തോന്നിയോ വർഷം? ന്യൂ ഇയർ വന്നു പെട്ടെന്ന് ഡിസംബർ ആവല്ലോ തോന്നിയോ? ആലോചിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പോയ പോലെ ഉണ്ട്. ഇനി 2024 വരുമ്പോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയോ? നമ്മൾ എല്ലാ സമയവും വെറുതെ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ അപ്പുറത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഔട്ട് ചെയ്യാം. വരുന്ന പോലെ നോക്കാന്നുള്ളൂ. നമ്മൾ വെറുതെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അപ്പുറത്തെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ അതനുസരിച്ച് നമുക്ക് ഡിസിഷൻസ് എടുത്ത് ചേഞ്ച് ചെയ്യാം. 2023 വർഷം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്താണ് അടിപൊളിയാന്ന് പറയാൻ കാരണം? കാരണം 2 വർഷം കൊറോണ ആയതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2023 ആയപ്പോൾ നമുക്ക് ആ മാസ്ക് ഒക്കെ എടുത്ത് മാറ്റി ഒരു ഫ്രഷ് ഫീലിലേക്ക് നമുക്ക് വരാൻ പറ്റിയല്ലോ. പിന്നെ സെലിബ്രേഷൻസ് ആണെങ്കിലും നമുക്ക് 2 വർഷം ആഘോഷിക്കാതിരുന്നതിൻ്റെ ഒരു മാറ്റം നമുക്ക് 2023 എന്ത് മാറ്റാണ് അതിൽ നിന്ന് ഉണ്ടായത്? കാരണം കഴിഞ്ഞ സെലിബ്രേഷൻ ഒന്നും ആൾക്കാർക്ക് ഒത്തുകൂടാനൊന്നും പറ്റില്ലായിരുന്നല്ലോ. പിന്നെ അതായത് പണ്ടത്തെ സെലിബ്രേഷൻ, അതായത് 2018-19 റേഞ്ചിലായിരിക്കും നമ്മൾ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തത്. അതിനുശേഷം ഈ 2023 ഓണവും ക്രിസ്മസും ഹോളിയും റംസാനും ദീപാവലിയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ആഘോഷം. അന്നത്തേനേക്കാളും അല്ല. കാരണം സെലിബ്രേഷൻസിന്റെ ഒക്കെ ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ എന്താ വീട്ടിലൊക്കെ കുറച്ചൊരു കൂടെ ഫുഡ് കഴിക്കുക, അത്രയും മാറി. സെലിബ്രേഷൻസ് എന്നുള്ള രീതിയിലൊന്നും ഇല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ. ചിലപ്പോൾ ഇനി വരുന്നവരും സെലിബ്രേഷൻസേ ഉണ്ടാവില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ 2023 എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഇനി 2024 നമ്മൾ ഇതിനേക്കാൾ അടിപൊളിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് 2024 ഒരു റെസൊല്യൂഷൻ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് പോവാ, പിന്നെ നമ്മുടെ സക്സസ്ഫുൾ ആവുക ലൈഫിൽ, അങ്ങനെയൊക്കെയാണ്.